അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ബഹുമാന്യരായ രക്ഷിതാക്കളെ, ഭാരവാഹികളെ, സഹോദരീ സഹോദരന്മാരെ, ഓൺലൈനിലൂടെ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളുടെ സമാധാനത്തിന് വേണ്ടിയുള്ള, ശാന്തിക്ക് വേണ്ടിയുള്ള തേട്ടം, ആ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അതിമഹത്തായ അവൻ്റെ അനുഗ്രഹമായ വിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പഠിക്കാനും മനസ്സിലാക്കാനും വളരെ ബോധപൂർവം യാത്ര ചെയ്ത് നാം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിയ്യത്ത് വെച്ചത് മുതൽ ഇങ്ങോട്ടുള്ള യാത്ര മുതൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു പരിശ്രമമായി റബ്ബ് ഇതിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു പരിഗണിക്കുന്നത് നമ്മുടെ നിയ്യത്തനുസരിച്ചാണ്. അമലുകൾ വളരെ കുറവാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കപ്പെടുക എന്നത് നമ്മുടെ മനസ്സിൽ നല്ല നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അല്പസമയം കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്ന നമ്മുടെ ഈ പ്രമേയത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മുഖം പ്രസന്നമാകാൻ എവിടെ നിന്നാണോ ആ വ്യക്തി ഇറങ്ങി വരുന്നത്, ആ വീട്ടിൽ സമാധാനമുണ്ടാകണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ആളുകൾ ചോദിക്കും, എന്തോ വിഷമമുണ്ടല്ലോ, മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ വിഷമം, ഇന്നലത്തെ പോലെയല്ല നീ എന്ന് നമ്മുടെ കൂട്ടുകാർ പോലും പറയും. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമാണ് ഇസ്ലാം വീടിന് നൽകിയിട്ടുള്ളത്. മസ്കൻ എന്നാണ് ഇസ്ലാം വീടിനെക്കുറിച്ച് പറഞ്ഞത്. മസ്കൻ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് എന്നല്ല അർത്ഥം, സമാധാനത്തിൻ്റെ കേന്ദ്രം എന്നാണ്. ഇപ്പോൾ നമ്മളൊരു ഹാളിലാണുള്ളത്. വ്യാപാരി വ്യവസായികളുടെ ആസ്ഥാനത്തുള്ള വ്യാപാര ഭവൻ, അതിലെ ഹാളിലാണുള്ളത്. ഈ ഹാള് 9 മണി കഴിഞ്ഞാൽ അടക്കും. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ 4:30-5 മണി കഴിഞ്ഞാൽ അടക്കും. വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും അടക്കും. എന്നാൽ നമ്മുടെ വീട് വില്ലേജ് ഓഫീസ് പോലെയാണോ? അല്ല. വീട്ടിലേക്ക് പോകുന്നതും ഒരു ഓഫീസിലേക്ക് പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വീട് എന്ന് പറയുന്നത് അഭയ കേന്ദ്രമാണ്. ആ അഭയകേന്ദ്രമായിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം പരാജയത്തിൻ്റെ രുചി അറിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇസ്ലാം വലിയ പ്രാധാന്യമാണ് വീടിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീട് ഇസ്ലാം പഠിപ്പിച്ച വീടാകണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കുനിഞ്ഞിട്ടാണ് കയറിയത്. നേരെ കയറാൻ പറ്റില്ല, അത്രയും ചെറിയ വീടായിരുന്നു. ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് ഈത്തപ്പന ഓലയുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ സഹാബത്ത് അറിയാതെ കണ്ണുനീര് വന്നു പോയി. നബി, ഒരു മെത്ത. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെത്ത ഹറാമാന്ന് പറഞ്ഞിട്ടില്ല, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഭൗതികമായി കുറേ അസൗകര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ മാനസിക സമാധാനം
നബി കരീം അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് അൽ ഗിനാ ഗിനൻ നഫ്സ്, ധന്യത എന്ന് പറയുന്നത് നഫ്സിൻ്റെ മനസ്സിൻ്റെ ധന്യതയാണ്. ആ മനസ്സിൻ്റെ ധന്യത കിട്ടുന്ന രൂപത്തിൽ വീട് ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ഒന്ന്, വീടകം എങ്ങനെയാകണം. വീട്ടിൽ നമ്മൾ ഒരു തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ വീട്ടിലെ സ്ത്രീ, ഭാര്യ, ഉമ്മ എന്നൊക്കെ പറയുന്നത് വീട്ടിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആഭ്യന്തര വകുപ്പ് അറിയാം. കുട്ടികൾ കൊടവിടെ, അമ്മ പറയും അത് ഇന്ന സ്ഥലത്ത് അവിടെ ഉണ്ടെന്ന് പറയും. മൊട്ടുസൂചി എവിടെ, എന്തൊക്കെയാ ചോദിക്കുക. എല്ലാവരും ചോദ്യത്തിനും ഉമ്മ പടപഷറായിട്ട് മറുപടി പറയും. നമുക്ക് എല്ലാവർക്കും പരിചയമില്ല ഏതൊരു വിഷയത്തിനും. അപ്പോൾ ആ വീടിൻ്റെ മൊത്തം നിയന്ത്രണം ഉമ്മയുടെ, ഭാര്യയുടെ, വീട്ടിലെ സ്ത്രീയുടെ കയ്യിലാണ്. ഭർത്താവ് ഒരു മുഖ്യമന്ത്രി, കാര്യങ്ങളൊക്കെ റെഡിയല്ലേ, മുഖ്യമന്ത്രിയുടെ സ്ഥാനത്താണുള്ളത്. ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടാൽ പിന്നെ രാജിവെക്കേണ്ടി വരും. ക്രമസമാധാനം തകരാറായി ആകെ പ്രശ്നമായി. ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടും ഇത് രാജിവെക്കണം, കാരണം ആഭ്യന്തര വകുപ്പ് പരാജയ, ക്രമസമാധാനം തകർന്നു, ലാത്തിച്ചാർജ്, ടിയർ ഗ്യാസ്, ആകാശത്തേക്ക് വെടി, ആകെ പ്രശ്നമാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം, ഗവൺമെൻറ് രാജിവെക്കണം എന്ന് പറയും. ഇതേപോലെ വീട്ടിനുള്ളിൽ ആഭ്യന്തര വകുപ്പ് ശരിയായിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് വമ്പിച്ച സ്ഥാനമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അവരവരുടെ വീടുകളിൽ നിർവഹിക്കാനുള്ളത്. അപ്പം അതുകൊണ്ട് വീട് സമാധാനപരമാകണമെങ്കിൽ ഒന്ന്, വീട്ടിൻ്റെ നേതൃത്വം. നമ്മൾ സ്കൂളിൽ പോയി കുട്ടികൾ അവിടെ അഡ്മിഷൻ തേടുമ്പോൾ രക്ഷിതാവ് എന്നുള്ള കോളത്തിൽ ഒപ്പിടും. ഉപ്പല്ലെങ്കിൽ ഉമ്മാക്ക് ഒപ്പിടാം, പ്രശ്നമല്ല. രക്ഷിതാവ് എന്ന കോളത്തിൽ അത് വെറും ഒരു രക്ഷിതാവ് എന്ന പദമല്ല, മറിച്ച് വീട്ടിൻ്റെ നേതൃത്വം. അതിനെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്. ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഉമ്മയും ഉപ്പയും ആ വീടിൻ്റെ നേതൃത്വമാണ്. അതിനെക്കുറിച്ച്, ആ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് നാളെ അവരോട് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്തമാണ് രക്ഷിതാക്കൾ വീട്ടിലുള്ള പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഏറ്റെടുക്കുന്നത്. അത് വിജയകരമാകാൻ ഒന്ന്, വീട് ഇസ്ലാമീകരിക്കണം. അതാണ് പടച്ചോൻ പറഞ്ഞതുപോലെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുള്ളൊരു വീടാകണം നമ്മുടെ വീട്. അതിനെന്ത് വേണം? വീട്ടിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരണം, ദിക്റുകൾ ഉയരണം, ദുആകൾ ഉയരണം, മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. അതിന് രണ്ട് പ്രധാന കാര്യങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, വീട്ടിൽ നായയുടെ സാന്നിധ്യം ഉണ്ടാകരുത്. അത് നമ്മളോട് പ്രത്യേകം പറയേണ്ടില്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല. നായ ഇസ്ലാം അനുവദിക്കുന്നത് ഒന്ന് വേട്ടക്കാണ്, മറ്റൊന്ന് കാവലിനാണ്. ആ കാവലിനുള്ള നായ നമ്മുടെ വീട്ടിൽ നിന്നും ദൂരെ ആണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ സോഫയിലും നമ്മുടെ കോലായിലും അകത്തും കാറിലും ഒന്നും പിന്നെ കയറിക്കളിക്കുന്ന അവസ്ഥയിൽ നായ ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തത്, ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ വീട്ടിലുണ്ടാവരുത്. ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ, കുട്ടികളെ കളിപ്പാട്ടമാകാം, സാധാരണ വരുന്ന പത്രങ്ങളാകാം, അതൊക്കെ ഒരുപക്ഷെ അതിനെ കീറിയിട്ട് നമ്മൾ വേറെ പലതിനും ഉപയോഗിക്കും. അതല്ലാതെ നമ്മുടെ വീട്ടിൽ ആനയുടെ ഒരു രൂപം, ചില ആൾക്കാർ പറയും ഇത് ഞങ്ങളുടെ വല്യാപ്പയുടെ ചിത്രമെന്ന് പറയും. അതെന്തിനാ വല്യാപ്പൻ്റെ ചിത്രം വീട്ടിൽ വെച്ചത്? അതോ ഞങ്ങളൊക്കെ ഈ രൂപത്തിൽ വളർന്ന് വലുതാകാൻ കാരണമാകുന്ന വമ്പിച്ച അധ്വാനങ്ങൾ നിർവഹിച്ച ഒരു നല്ല മനുഷ്യനാണത്. അതുകൊണ്ട് ഇവിടെ വളർന്നു വരുന്ന പേരക്കുട്ടികൾക്കും അവർക്കൊക്കെ ഈ വല്യാപ്പൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വല്യാപ്പയാണെന്ന്. ഇതാണ് കാരണം പറയുക. എങ്കിൽ ആ ഫോട്ടോ എടുത്തിട്ട് വേറൊരു ഫോട്ടോ അവിടെ വെക്കേണ്ടതുണ്ട്. നമുക്കുള്ള സ്നേഹവും നമ്മുടെ കടപ്പാടും അറിയിക്കാനാണ് വല്യുപ്പയുടെ വല്യുമ്മയുടെ കാരണവരുടെ ഫോട്ടോ അവിടെ വെച്ചതെങ്കിൽ അതിനേക്കാളും നമുക്ക് കടപ്പാടുള്ള ഒരാളുണ്ട്. ആ ആളെ പേരാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളയുടെ ഫോട്ടോ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? കോഴിക്കോട് ടൗണിൽ ഒരു പ്രകടനം, പെട്ടെന്ന് മണിക്കൂറുകളെ കൊണ്ടൊരു പ്രകടനം ഉണ്ടായി. എന്തായിരുന്നു വേണം? യുറീക്ക എന്ന് പറയുന്ന ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ നയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യുന്ന ഒരു ബാലപ്രസിദ്ധീകരണത്തിൽ റസൂലുള്ളയുടേത് എന്ന് പറഞ്ഞൊരു ഫോട്ടോ വന്നു. ഫോട്ടോ വന്നപ്പോൾ സുന്നി മുജാഹിദ് വ്യത്യാസമൊന്നുമില്ല, പെട്ടെന്ന് കോഴിക്കോട്ട് ഒരു പ്രകടനം. ഉടൻ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ആ യുറീക്ക പിൻവലിച്ചിരിക്കുന്നു, മാപ്പ് പറയുന്നു എന്ന്. അപ്പം മുസ്ലിങ്ങൾ ഒരാളും കക്ഷി ഭേദമന്യേ
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചാൽ അത് ഇസ്ലാമിനെ അപമാനിക്കലായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപമാനിക്കലായി കാണും. അപ്പോൾ നമ്മുടെ ഒരാളുടെയും വീട്ടിൽ അള്ളാൻ്റെ റസൂലിൻ്റെ ഫോട്ടോ ഇല്ലല്ലോ. എന്നാൽ റസൂൽ നമ്മൾ സ്നേഹിക്കണ്ടേ? തീർച്ചയായും സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? 2 രൂപത്തിലാണ്. ഒന്ന്, ഫത്തബിഊനി, ഖുർആൻ പറയുന്നു, നിങ്ങൾ എന്നെ പിൻപറ്റുക. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയൽ പ്രവാചക സ്നേഹമാണ്. ആ അൽഹംദുലില്ലാ എന്ന് കേൾക്കുമ്പോൾ യർഹമുക്കല്ലാ എന്ന് പറയൽ പ്രവാചക സ്നേഹമാണ്. അത് തുമ്മിയാൾ വീണ്ടും അതിനുള്ള ദിക്ർ പറയൽ പ്രവാചക സ്നേഹമാണ്. തുപ്പുമ്പോൾ ഇടതുഭാഗത്തേക്ക് തുപ്പൽ പ്രവാചക സ്നേഹമാണ്. 2 ഇരിക്കുന്ന സീറ്റിൽ 3-മതൊരാൾ ഇരിക്കുമ്പോൾ 2 സമ്മതം ഉറപ്പുവരുത്തി ഇരിക്കൽ പ്രവാചക സ്നേഹമാണ്. ഉറങ്ങാൻ പോകുമ്പോൾ പല്ല് തേക്കൽ പ്രവാചക സ്നേഹമാണ്. അങ്ങനെ റസൂലുള്ള പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും, വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ കൂടുതൽ വൈകാതെ സ്വത്ത് ഓഹരി വെക്കൽ പ്രവാചക സ്നേഹമാണ്. നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യമാണ് സ്വത്ത് ഓഹരി വെക്കൽ. ഇങ്ങനെ എന്താണോ ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടത് അത് കൃത്യമായി ചെയ്യൽ, നമ്മുടെ സ്വർണത്തിൻ്റെ സക്കാത്ത് ഓരോ വർഷവും കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തൽ പ്രവാചക സ്നേഹമാണ്. അപ്പോൾ ഒന്ന്, അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പിന്തുടരലാണ് പ്രവാചക സ്നേഹം. മറ്റൊന്ന്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. സ്വലാത്തിനൊരു അതിരും കണക്കുമില്ല. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ എനിക്ക് വേണ്ടി, രക്ഷക്കും സമാധാനത്തിന് വേണ്ടി, അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ജീവിക്കുകയും റസൂലുള്ളാക്ക് വേണ്ടി ദുആരക്കുകയും ചെയ്യുക. അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി ദുആരക്കേ. അതെ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മഗ്‌രിബിന് ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അള്ളാഹുവേ റസൂലുള്ളാക്ക് നീ ഗുണം ചെയ്യണമേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അള്ളാഹുവേ റസൂലുള്ളാക്ക് നീ ബറക്കത്ത് കൊടുക്കണേ. ഇതാ നമ്മൾ ചൊല്ലിയ സ്വലാത്തിൽ 2 പദം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ. അള്ളാഹിൻ്റെ റസൂലിന് ഗുണം ചെയ്യണേ, അള്ളാഹിൻ്റെ റസൂലിന് ബറക്കത്ത് കൊടുക്കണേ. ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബക്കാർക്കും ബറക്കത്ത് കൊടുത്തതുപോലെ. അപ്പം റസൂലുള്ളാക്ക് വേണ്ടി നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ഒന്ന്, റസൂലുള്ളാക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ, അഥവാ റസൂലുള്ളാക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 കൂലി, 10 നന്മ കിട്ടും. മാത്രമല്ല ആ സ്വലാത്ത് റസൂലുള്ളാക്ക് എത്തിക്കാൻ പ്രത്യേകം മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കലാകുന്നു. ഇതാണ്. അപ്പോൾ റസൂലുള്ളാക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ വല്യാപ്പൊക്കെ നമ്മൾ കുട്ടികളൊക്കെ മഗ്‌രിബ് മോനെ, നമ്മൾ ഈ വീടൊക്കെ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്, നമ്മളെ ഉപ്പാൻ്റെ ഉപ്പല്ലേ? ആ ഉപ്പ ഉണ്ടായിരുന്നു, ആ ഉപ്പാൻ്റെ പേര് ഇങ്ങനെയായിരുന്നു, ആ ഉപ്പ കുറേ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ്, അതുകൊണ്ട് ഉപ്പാപ്പാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. അതാണ് സ്നേഹം, അതല്ലാണ്ട് ഫോട്ടോ വെക്കലല്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരിച്ചു, നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിൽ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വിരിയുണ്ട്. ആ വിരിയുടെ മുകളിൽ ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ, സാധാരണ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് വിഷമമുണ്ടെങ്കിലും റസൂലുള്ളാഹി ഒരിക്കലും ഒരു ദേഷ്യം പിടിച്ചുകൊണ്ട് വരാറില്ല. പക്ഷെ അന്ന് റസൂലുള്ളാഹിക്ക് നന്നായി എടുത്തു മാറ്റൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയിലേക്ക് പോകുന്ന വഴികളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചു കളഞ്ഞു. നമ്മൾ വല്യാപ്പൻ്റെ ഫോട്ടോ അങ്ങനെ വെച്ചു, ഇങ്ങനെ 10-25 കൊല്ലം വല്യാപ്പൻ്റെ അപ്പോൾ ഒരു ഹജ്ജിന് പോകുമ്പോൾ ഒരു നോട്ടം അങ്ങോട്ട്, എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ പോയി വരട്ടെ എന്നൊരു നോട്ടം. അത് ശിർക്കിലെത്തുന്ന നോട്ടമാണ്. അതുകൊണ്ട് ഒന്ന്, നായയുടെ സാന്നിധ്യം ഉണ്ടാകരുത് വീട്ടിനുള്ളിൽ. 2, ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ ഉണ്ടാകരുത്. നമ്മൾ ശ്രദ്ധിക്കണം. 2-മത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, പ്രത്യേകിച്ച് പ്രഭാത സന്ദർഭത്തിൽ. അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് സൂറത്തുൽ ബഖറയുടെ പാരായണമാണ്. ആ ബഖറയുടെ പാരായണമുണ്ടായാൽ യഫിറു ശൈത്താൻ വിരണ്ടോടും. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതും നമ്മുടെ വീടുകളിൽ മാനസിക അകൽച്ച ഉണ്ടാക്കുന്നതും തിന്മക്ക് പ്രേരിപ്പിക്കുന്നതൊക്കെ പിശാചാണ്. ആ പിശാച് നമ്മുടെ വീട്ടിൽ നിന്ന് ഓടി അകലാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ ബഖറയുടെ പാരായണം. ഈ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഈ കഴിഞ്ഞു പോയ തലമുറക്ക് കുറേ കുഴപ്പങ്ങളുണ്ടാവും, പല റാത്തീബ് മുലുകൊക്കെ കുഴപ്പമുണ്ടാവും. പക്ഷേ അവിടെ കണ്ടൊരു നന്മയുണ്ടായിരുന്നു. രാവിലെ സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേട്ടുകൊണ്ടാണ് പേരക്കുട്ടികൾ വരെ എഴുന്നേറ്റ് വന്നത്. ഇപ്പോൾ ആ ഒരു ശബ്ദം, ഖുർആനിൻ്റെ ശബ്ദം ഇല്ലാതായി പോകുന്നുവെങ്കിൽ
വീടുകൾ അപകടങ്ങളിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ ഓതാത്ത, പാരായണം ചെയ്യാത്ത ഒരു ദിവസവും നമുക്കുണ്ടാകരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് രാവിലെ സന്ദർഭങ്ങളിൽ പടച്ചോൻ്റെ ബറക്കത്ത് നമ്മുടെ വീടിന് കിട്ടാൻ, നമ്മുടെ വീട്ടുകാർക്ക് കിട്ടാൻ, പടച്ചോൻ നമ്മളെ പരിഗണിക്കാൻ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അത് കേട്ടുകൊണ്ടും അതിൻ്റെ ശബ്ദം ഒക്കെ ആയിട്ടായിരിക്കും അടുത്ത തലമുറ നമ്മുടെ വീടുകളിൽ വളർന്നു വരേണ്ടത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, ഭക്ഷണം കഴിക്കൽ. ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പോയി, പ്രത്യേകിച്ച് മൊബൈലൊക്കെ വന്നതോടുകൂടി എന്തായി, ഓരോരുത്തർ മൊബൈലുമായിട്ട് വേറെ വേറെ പോവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭക്ഷണം കഴിക്കൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിച്ച് കഴിക്കാൻ അതിൽ ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഹദീസ് ഉദ്ധരിച്ച സമയം കുറവായതുകൊണ്ടാണ് ഞാൻ ആ ആശയം മാത്രം പറഞ്ഞു പോകുന്നത്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഒന്നിച്ച് ഭക്ഷണം എല്ലാവരും മൊബൈലിലാണെങ്കിൽ അതിൻ്റെ ഒരു രസം കിട്ടില്ല. അപ്പം എന്താ, ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും മൊബൈൽ മാറ്റി വെക്കുക. ഇത് നമുക്ക് തമാശ പറയാനുള്ള സമയമാണ്, ഇത് നമുക്ക് സംസാരിക്കാനുള്ള സമയമാണ്. എൻ്റെ മീൻ കാണുന്നില്ല, ആരെടുത്തിൻ്റെ പപ്പടം കാണുന്നില്ല, അവൻ്റെ വെയിറ്റിലുണ്ട്, അങ്ങനെ ഒരു തമാശ ഒക്കെ പറയേണ്ടുന്ന സന്ദർഭമാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് തീരുമാനിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈലൊന്ന് മാറ്റി, എല്ലാവരും മൊബൈൽ മാറ്റി വെക്കുക, എന്നിട്ട് എല്ലാവരും ഒന്നിച്ചിരിക്കുക. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം പഠിപ്പിച്ച എപ്പോഴാ? ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പേരക്കുട്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, മോനെ സെമ്മില്ലാ, ഒന്നു മോനെ ബിസ്മില്ലാ എന്ന് പറയും, വലത് കൈ കൊണ്ട് കഴിക്ക്. ഇത് മദ്രസയാണ്, വീട്ടിലായിരുന്നു ആ മദ്രസ. അപ്പോൾ ആ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മുടെ വീട്ടിലുണ്ടാകണം. അങ്ങനെ ഒരു മനസ്സ് തുറക്കാൻ പറ്റണം. എന്നിട്ട് ഭക്ഷണം കഴിക്കും, മൊബൈലൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്കൊരു വിഷമം, ആരും സംസാരിക്കാൻ പറ്റും, അങ്ങനെ വേറൊരു വിഷമം ഉണ്ടാക്കണ്ട. ഒന്നിച്ച് സന്ദർഭം കിട്ടുമ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നൊരു രീതി വീടുകളിൽ ഉണ്ടാക്കുക. പല വീടുകളിലും അത് മെല്ലെ അകന്നു പോകുന്നു. അതിനെ അടുപ്പിച്ച് കൊണ്ടുവരികയാണ്. പിന്നെ പുരുഷന്മാരോട് പറയാനുള്ളത്, വീട്ടിലേക്ക് വരുമ്പം മൊബൈലിൽ സംസാരിക്കുകയാണെങ്കിൽ വീട്ടിൻ്റെ പുറത്തട നിൽക്കുക, കാർ അവിടെ സൈഡാക്കുക, ആ ഫോണ് തീർത്തിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. അത് തീർത്തിട്ട് ഇത് വീട്ടിലേക്ക് കയറാണ്. വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്കുള്ള സമയമാണ്. ആ മൊബൈലിൻ്റെ ശബ്ദവും ആ സംസാരിക്കാൻ നിർത്തി, ഞാൻ ശരി ഓക്കെ കട്ട് ചെയ്തു. എന്നിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണം, അവിടെ ബിസ്മില്ലാഹ് പറയണം. എന്നിട്ട് അത് വീട്ടുകാർക്കുള്ള സമയമാണ്. അത് പ്രത്യേകമായി പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മൊബൈൽ എന്നത് ധാരാളം നന്മകളുണ്ട്, എന്നാൽ കുറേ അപകടങ്ങളും മൊബൈലിലൂടെ ഉണ്ടായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ബിസ്മില്ലാ, അത്രേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ആയത്തിലുണ്ട്, സംശയമല്ല. പക്ഷേ വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, വളരെ ചെറിയൊരു പദാണല്ലോ, അതൊരാൾ പറഞ്ഞു. ശേഷം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മില്ല കൂടി പറഞ്ഞു. റസൂലുള്ള പറയുന്നു, ഇബ്ലീസ് നിരാശനാകും, നമുക്കിവിടെ താമസിക്കാനും വകുപ്പില്ല, നമുക്കിവിടെ ഭക്ഷണവുമില്ല. ഇബ്ലീസ് നിരാശനാകും. 2 ബിസ്മില്ല. അതപ്പോൾ എന്താ പ്രശ്നം? അത് പ്രശ്നമാണ്. ബിസ്മില്ലാന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ചെല്ലണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ വീടിനെ പറ്റി ചിന്തിക്കണം. വീടില്ലാത്ത ദിവസങ്ങൾ എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പടച്ചോനെ, എനിക്കിതാ ഇപ്പോൾ ഒരു വീടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, ഒരു താമസിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതില്ലാതെ എത്രയോ ആളുകൾ റോട്ടിൽ കിടക്കുന്നുണ്ട്. അതോ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയുക. ഭക്ഷണത്തെമാകുന്ന അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുക. അപ്പോൾ ഈ 2 ബിസ്മില്ല നമുക്ക് മാത്രമല്ല, വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ബിസ്മില്ല എന്ന് പറയണം വീട്ടിലേക്ക് കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും. മറ്റൊന്ന് സലാം പറയുക, അഹ്ലുകാർക്ക് സലാം പറയുക. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. ഒന്ന്, നിങ്ങളുടേതല്ലാത്ത വീടാണെങ്കിൽ സമ്മതം ചോദിക്കണം. സമ്മതം ചോദിച്ചിട്ടേ വീട്ടിൽ പ്രവേശിക്കാനോ. അത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട് എൻ്റെ സ്വന്തം വീട് പോലെയാ, എൻ്റെ സ്വന്തം അടുക്ക, അങ്ങനെ പറ്റൂല, അങ്ങനെ പറ്റില്ല. നമ്മുടെ സുഹൃത്തിൻ്റെ വീട്, ആ സുഹൃത്തിൻ്റെ ഭാര്യ നമുക്ക് അന്യയാണ്. അവളൊരു പക്ഷേ നമ്മളൊരു ഒറ്റ കയറ്റം കൊണ്ട് കയറുമ്പോൾ അവൾ ശരിക്കും വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, അവളും വിളറിപ്പോകും. പറ്റില്ല. നമ്മൾ ബെല്ലടിക്കണം. ബെല്ലടിക്കുമ്പോൾ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മുടെ ആ ഡോറിൻ്റെ അവിടെ ഒരു മഫ്ത തൂക്കിയിടണം. ഡോർ തുറക്കുമ്പോൾ നമ്മൾ ആ മഫ്ത ഇട്ടുകൊണ്ടാണ് ആളെ കാണേണ്ടത്. കാരണം പുറത്തുള്ളൊരു അന്യപുരുഷനാണ്. മീൻ വാങ്ങാൻ പോകുന്നു, മീൻകാരൻ അന്യപുരുഷനാണ്. നമ്മുടെ കൈയിൻ്റെ ഭാഗം കാണാൻ അവൻ കാണാൻ പാടില്ല.
കുട്ടികളെ സ്കൂളിൽ കയറ്റാൻ വേണ്ടി നമ്മൾ കുട്ടികളെയും കൊണ്ട് പോവാണ്, ബസ് കയറ്റി കൊടുക്കാൻ. ആ ബസ്സിൻ്റെ ഡ്രൈവർ, ആ ബസ്സിൻ്റെ ക്ലീനർ നമുക്ക് അന്യനാണ്. ഇതൊന്നും ആരും കുറ്റം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടോ നരകത്ത് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടോ അല്ല, അശ്രദ്ധയാണ്. അതുകൊണ്ട് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ആരുടെ മുമ്പിലൊക്കെ ഔറത്ത് വെളിവാക്കാം. വിശുദ്ധ ഖുർആൻ ലിസ്റ്റ് എണ്ണിപ്പറഞ്ഞു സൂറത്തു നൂറിലും മറ്റും. അതല്ലാത്തവരുടെ മുമ്പിൽ നമ്മുടെ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ, ഇനി മുഖം മറക്കുന്നത് സംബന്ധിച്ച് പ്രത്യേകം മനസ്സിലാക്കേണ്ട, ഒരിക്കലും മുഖം മറക്കുന്നതിനെ പരിഹസിക്കരുത്. കാരണം സ്വഹാബ വനിതകൾ മുഖം മറച്ചിരുന്നു. അപ്പം മുഖം മറക്കാത്തവരെന്ത് ചെയ്യരുത്, പരിഹാസം പാടില്ല. അങ്ങനെ മൂടിപ്പൊച്ച് ചാക്കം കെട്ട് പോലെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരിഹാസം ചെന്ന് പതിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ മേലായിരിക്കും. കാരണം സ്വഹാബ വനിതകൾ മുഖം മറച്ചിരുന്നു. എന്നാൽ നമുക്കറിയാം അത് മുസ്തഹബാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കുക എന്നത്. ഇനി ഞാനൊരു കാര്യവും കൂടി വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ട് സംസാരിക്കായതുകൊണ്ടാണ് അത് ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഒരു പുരുഷന്റെ ലൈംഗികാവയവം മുഴച്ച് കണ്ടാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഒരു സ്ത്രീയുടെ സ്തനം മറ്റൊരാൾ കാണൽ. ഒരു സ്ത്രീയുടെ സ്തനം മറ്റൊരാൾ കാണുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു പുരുഷന്റെ ലൈംഗികാവയവം പുറത്ത് കാണുന്ന, മുടച്ച് കാണുന്ന ഒരവസ്ഥ ഉള്ളതുപോലെയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ആ ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ജിൽബാബ് മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം, സ്തനങ്ങൾ പൂർണ്ണമായും മൂടലാണ് മക്കനയുടെ ഉദ്ദേശ്യം. അപ്പോൾ പിന്നെ ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യം കാണിക്കേണ്ടത് ആരെയാണ്? അവരുടെ വീട്ടുകാരും അവരുടെ ഭർത്താവും. മറ്റുള്ളവർ അത് നോക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരത്തിന് നമ്മൾ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, തിന്മയിലേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാനൊരിടത്ത് ഇങ്ങനൊന്നും അത്ര നമ്മൾ ശ്രദ്ധിക്കലില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, അവർ കുട്ടിനെയും കൊണ്ട് പിന്നെ വാനിൽ കയറ്റാൻ പോകുമ്പോൾ അത്ര ശ്രദ്ധിക്കാറില്ല. അത് ഞാൻ പറഞ്ഞത് ബോധപൂർവമാവില്ല, പക്ഷേ ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം ചെറിയൊരു ജീവിതം നമുക്കുള്ളത്. ആ ജീവിതത്തിൽ നമ്മുടെ അടുത്ത് അബദ്ധങ്ങൾ വന്നാൽ ആ അബദ്ധം മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ നമ്മൾ തിരുത്താൻ തയ്യാറാകണം. മറ്റൊന്ന്, വീടുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിരന്തരമായി നമസ്കാരം നടക്കണം, സുജൂദുകൾ നടക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുടെ വീടുകളിൽ വീട്ടുപള്ളിയോ അതെ വീടുകളിൽ പള്ളി ഉദ്ഘാടനം ചെയ്തതിനാ? പുരുഷന്മാർക്ക് സുന്നത്ത് നമസ്കരിക്കാൻ, പുരുഷന്മാർക്ക് രാത്രി നമസ്കരിക്കാൻ, സ്ത്രീകൾക്ക് ഫർളും സുന്നത്തും ഒക്കെ നമസ്കരിക്കാൻ. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, പള്ളിയിൽ പോയാൽ 20 ഇരട്ടി കൂലി കിട്ടും. എന്നാൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമല്ല, പിടിച്ചു വലിച്ചു കൊണ്ടുപോകേണ്ടതില്ല. എന്നാൽ വീട്ടിൽ ഒരു പ്രയാസവും ഇല്ല. ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഭർത്താവിൻ്റെ ബൈക്കിൽ ഇരുന്നാൽ നേരെ പള്ളിയിലെത്തും. 27 പ്രാവശ്യം അസംസ്കരിച്ച കൂലി കിട്ടും. എന്തിനാ കൂലി നഷ്ടപ്പെടുന്നത്? എന്നാൽ പുരുഷന്മാരെ പോലെ നിർബന്ധമല്ല. അപ്പോൾ സ്ത്രീകൾക്ക് അത്തരം സന്ദർഭങ്ങളിൽ ഫർള് നമസ്കരിക്കാൻ, സുന്നത്ത് നമസ്കരിക്കാൻ നമുക്കൊരു വിഷമുണ്ട്. ഒന്ന് കരഞ്ഞിട്ട് പടച്ചവനോട് പറയണം എങ്ങോട്ടാ പോകേണ്ടത്? ആ മുസല്ലയുള്ള സ്ഥലത്തേക്കാണ് പോകേണ്ടത്. നമ്മുടെ വീട്ടിലൊരു മുസല്ല ഉണ്ടാകണം. പുതുതായിട്ട് വീടെടുക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം. നിലവിലുള്ള വീട്ടുകാർ നമ്മൾക്ക് എവിടെയാണ് മുസല്ല, എവിടെയാണ് നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം, ഒരു സ്ഥലം കാണുക. അപ്പോൾ രാത്രി സുബൈക്ക് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. നമുക്ക് പോകാനുള്ളത് ആ മുസല്ലയിലേക്കാണ്. അപ്പോൾ വീടുകളിൽ നിങ്ങൾ നമസ്കാരം വർദ്ധിപ്പിക്കുക. പടച്ചോൻ്റെ ബറക്കത്ത് നമ്മുടെ വീടുകളിൽ കിട്ടാനുള്ള മാർഗമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ഒരിക്കലും പുരുഷന്മാർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയില്ല. ഒരു ഇസ്ലാമിക വീടാണോ ഒരിക്കലും ആരോഗ്യമുള്ള പുരുഷന്മാർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജമാഅത്ത് നിസ്കാരത്തിന് പോകേണ്ട സമയമാണ്. ബാങ്ക് കൊടുത്തതിൻ്റെ അർത്ഥം ഒരു ഇഷാറത്ത്, ഒരു അടയാളപ്പെടുത്തുക, സമയമായേ അപ്പം എന്ത് ചെയ്യണം? പല്ല് തേക്കണം. എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും മിസ്വാക്ക് ചെയ്യൽ എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും വുളു ചെയ്യുമ്പോൾ ബ്രഷ് നമ്മുടെ വീട്ടിലില്ലേ? വുളു എടുക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ബ്രഷില്ലേ? ഉണ്ട്. എന്തിനാണ് ആ മിസ്വാക്ക് നമ്മൾ ഒഴിവാക്കുന്നത്? അള്ളാഹു ആ നന്മ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ ബ്രഷ് ഉപയോഗിക്കണം. യാത്ര പോകുമ്പോൾ നമ്മുടെ ബാഗിലൊരു ബ്രഷ് വെച്ചുകൂടെ? കോഴിക്കോട്ട് പോയി പട്ടാളപ്പള്ളി കയറി ആ ബ്രഷ് എടുത്തു, ഒന്ന് പല്ല് തേച്ചു, അവിടെ വെച്ചു, ഒതു എടുത്തു. ആ സുന്നത്ത് എന്തിനാണ് നഷ്ടപ്പെടുന്നത് പുരുഷന്മാർ? അതുകൊണ്ട്
ആ ബാങ്ക് കൊടുത്താൽ വുളു ചെയ്യുക. വുളു ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലാണെങ്കിൽ സുന്നത്ത് വീട്ടിൽ വെച്ച് നമസ്കരിക്കൽ സുന്നത്താണ്. ഇപ്പം ഇന്ന് ഞായറാഴ്ചയായിരുന്നു, ഒരു ഞായറാഴ്ച ദിവസം അല്ല പിന്നെ ആ ഞായറാഴ്ച ദിവസം വീട്ടിൽ നമ്മൾ ഫ്രീ ആണ് എങ്കിൽ ദുഹർ ബാങ്ക് കൊടുത്താൽ പിന്നെ മിസ്വാക്ക് ചെയ്തു, വുളു ചെയ്തു, രണ്ടും 4 റക്അത്ത് വീട്ടിലെ മുസല്ലേന്ന് ആ പുരുഷന്മാർ നിസ്കരിക്കാൻ നല്ലത്. എന്നിട്ടാണ് പള്ളിയിലേക്ക് വുളുവോടുകൂടി വരണം. പള്ളിയിൽ വരുമ്പം ജമാഅത്തായിട്ടില്ലെങ്കിൽ വീണ്ടും തഹിയ്യത്ത് നിസ്കരിക്കാം. എന്നിട്ട് ഒന്നാമത്തെ സഫിൽ ഇരിക്കണം. ഒന്നാമത്തെ സഫിൽ വലതുഭാഗത്തിരുന്നാൽ പ്രത്യേകം മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. ജമാഅത്ത് കഴിഞ്ഞു, സുന്നത്ത് വീട്ടിൽ പോയി 4 റക്അത്തുണ്ട്, 2 വീട്ടിൽ പോയി നിസ്കരിക്കലാണ് സുന്നത്ത്. അതിൻ്റെ അർത്ഥം പള്ളി നിസ്കരിച്ചാൽ തെറ്റാണെന്നല്ല. കാരണം ധാരാളമായി നമസ്കാരം നമ്മുടെ വീടുകളിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വീട്ടിൽ ദീനിയായ ചർച്ചകൾ ഉണ്ടാകണം. ചില വീട്ടിൽ ലോകത്തുള്ള എല്ലാ കാര്യവും ചർച്ച ചെയ്യും, ദീന് മാത്രം ചർച്ച ചെയ്യൂല. അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇന്ന് നമ്മളെ വ്യാപാര ഭവനിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളിങ്ങനെ രാവിലെ ഖുർആൻ ഓതാൻ വിട്ടുപോകലുണ്ടല്ലോ എന്ന് എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത്? നാളെ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ, നാളെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടുകാരുടെ ഇന്നത്തെ ക്ലാസ് കേട്ട കാര്യം സ്വാഭാവികമായി നമ്മുടെ വീട്ടിൽ പറയുന്നു. ശരിയാട്ടോ, നമ്മൾ ശ്രദ്ധിക്കലില്ല എന്ന് പറഞ്ഞൊരു ചർച്ച വീട്ടിൽ കൊണ്ടുവരുന്നു. അപ്പം ദീനിയായ ചർച്ചകൾ, അതാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം പേരമക്കളെ ബിസ്മില്ല എന്ന് പറയാനും ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കണമെന്നൊക്കെ പറയാൻ പഠിപ്പിച്ചത് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, വീട്ടിലെ ചർച്ചകളിലാണ്. അപ്പം ആ നിലക്ക് ദീനിയായ ചർച്ചകൾ, കുടുംബ ഗ്രൂപ്പ്, നമുക്കൊക്കെ കുടുംബ ഗ്രൂപ്പ് ഉണ്ടാവും. നമ്മളെ സ്വന്തം വീടിനൊരു ഗ്രൂപ്പ്, തറവാടിന് വേറൊരു ഗ്രൂപ്പ്, ഉമ്മ കുടുംബത്തിൽ വേറൊരു ഗ്രൂപ്പ്, വാപ്പ കുടുംബത്തിൽ വേറൊരു ഗ്രൂപ്പ്, കുറേ ഗ്രൂപ്പുകളുണ്ടാവും. ഈ ഗ്രൂപ്പിൽ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ വരും, തമാശകൾ വരും, വിവരങ്ങളൊക്കെ വരും, നല്ലത് തന്നെ. ആ കൂട്ടത്തിൽ വെള്ളിയാഴ്ച വരികയാണ്. വെള്ളിയാഴ്ച വരുമ്പോൾ രാവിലെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ, ഇന്ന് എല്ലാവരും സൂറത്തുൽ കഹ്ഫ് ഓതുമല്ലോ, ഈ മെസ്സേജ് കണ്ടവർ ടിക്കിടുക. അപ്പം എന്തായി? ആ ശരി, അന്ന് സൂറത്തുൽ കഹ്ഫ് ഓതണം. എവിടുന്ന് കിട്ടി? കുടുംബ ഗ്രൂപ്പിൽ നിന്ന് കിട്ടി. ആരാ വിട്ടത്? പ്രിയപ്പെട്ട ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഇട്ടോ സൂറത്തുൽ കഹ്ഫ്. ഇന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കണം, വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്താ. ഇങ്ങനെ നമുക്ക് നല്ലൊരു പ്രസംഗം കിട്ടി. ആ പ്രസംഗത്തിൻ്റെ ലിങ്ക് നമ്മൾ അവിടെ ഇട്ടു. എന്ന് പറഞ്ഞാൽ അത് ദീന് മാത്രം പറയുന്ന ഗ്രൂപ്പ് ആക്കണമെന്നല്ല, മറിച്ച് അതിലൂടെ നമ്മുടെ കുടുംബ ഗ്രൂപ്പിലൂടെ ദീനിയായ വളർച്ച ഉണ്ടാകാൻ കൂടി, അതിൽ പാടില്ലാത്ത തെറ്റായൊരു മെസ്സേജ് ഇട്ടു ഒരാൾ എങ്കിൽ കുടുംബ ഗ്രൂപ്പിൽ വെച്ച് ആരാ ഈ ഫോട്ടോ അവിടെ ഇട്ടത്, എന്താ മനസ്സിലാക്കിയത്? ആ ഫോട്ടോ ഇട്ടാൽ ആകെ വിഷമിച്ചു, നേരിട്ട് വിളിക്കുക, അല്ലെ PM പോവുക, ആ ഫോട്ടോ ഇട്ട് ശരിയല്ല ഇട്ടെന്ന കാരണത്താൽ ഓക്കെ, അപ്പം അത് ഡിലീറ്റ് ആക്കിക്കോളും. തിന്മയെ നമ്മൾ ഇല്ലാതാക്കുന്നിടത്തും ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമില്ലാത്ത തരത്തിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. ആ നിലക്ക് നമ്മുടെ വീടും കുടുംബ ഗ്രൂപ്പുമൊക്കെ ദീനിയായ ചർച്ചകളിലേക്ക് വരുന്നൊരവസ്ഥ. ഏതുവരെ ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചു, നമ്മൾ മരിച്ചു, ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, നിങ്ങളത് പറയല്ലേ, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ, അത് പറയണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, ആരെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ മരിക്കൂലേ? അങ്ങനെ മരിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഞാൻ മരിച്ചാൽ ഈ മയ്യത്ത് കുളിപ്പിക്കണം, നീ മരിച്ചാൽ ഞാൻ മയ്യത്ത് കുളിപ്പിക്കും. അപ്പോൾ നമുക്കതിന് മാതൃകയില്ലേ? അപ്പോൾ അത്തരം ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടായാൽ നമ്മുടെ ആഗ്രഹം, ഈ കുടുംബ സംഗമത്തിൻ്റെ ആഗ്രഹമാണ്, നമ്മൾ മരിച്ചു, നമ്മുടെ മോൻ മരിച്ചു, നമ്മുടെ ഉപ്പ മരിച്ചു, ഭർത്താവ് മരിച്ചു എങ്കിൽ മയ്യത്തിറക്കല്ലോ, മയ്യത്തിറക്കും. മയ്യത്തിറക്കി കൊണ്ടുപോകുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ? വിഷമം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം, ആൺകുട്ടികളിൽ ഒരാളും അവശേഷിച്ചിട്ടില്ല. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോൾ റസൂലുള്ളാഹി ആ കുട്ടിയെ പിന്നെ വസ്ത്രത്തോടുകൂടി, വെള്ള വസ്ത്രത്തോട് കയ്യിലെടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, മോനെ ഉപ്പാക്ക് സഹിക്കുന്നില്ല. ആ കുട്ടി കേൾക്കുന്ന രൂപത്തിലല്ല പറഞ്ഞത്, ആ വിഷമം പറയാണ്. ഇപ്പം റസൂലുള്ളാഹി ലോകത്തുള്ള ഏറ്റവും നല്ല പിതാവാണ്, പ്രവാചകനാണ്, പിതാവാണ്. റസൂലുള്ളാഹി കരഞ്ഞു വിഷമം കൊണ്ട്. എന്നിട്ട് റസൂലുള്ളാഹിയുടെ കണ്ണുനീര് ആ മയ്യത്തിൻ്റെ വസ്ത്രത്തിൽ ഉറ്റി എന്ന് ഹദീസിൽ കാണാം. എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ നമുക്ക് കരച്ചിൽ വരാം, കരയാം. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അട്ടഹസിക്കരുത്, മാറത്തടിച്ച് കരയരുത്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്താൽ യുഅമ്മിനൂനൽ മലായിക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ, എനിക്ക് ആരുമില്ലോ, മലക്കുകൾ ആമീൻ, പിന്നെ ആരും ഉണ്ടാവില്ല നമുക്ക്. അങ്ങനെ ഒരിക്കലും പറയരുത്. മാത്രമല്ല അവിടെ ചെറിയൊരു സ്വാർത്ഥത ഉണ്ട്, എനിക്കിനി ആരുമില്ലോ. ശരി, അപ്പം മരിച്ചാക്കോ? നിങ്ങൾക്ക് ആങ്ങളുണ്ട്, ഒപ്പുണ്ട്, പലരും ഉണ്ട്, മരിച്ചാക്കോ? പഠിച്ചോനെ, എൻ്റെ ഭർത്താവിന് ആരുമില്ലല്ലോ, കബറിൽ കൊടുക്കല്ലേ പഠിച്ചോനെന്നാ പറയുന്നുണ്ട്. അപ്പോഴും വാപ്പനാട്ട് മാറ്റി എനിക്കിനി ആരുമില്ലോ. സ്വാർത്ഥതയുടെ അങ്ങേയറ്റമാണത്. അതുകൊണ്ട് അങ്ങനെയുള്ള
വാചകങ്ങൾ എന്തു പറഞ്ഞാലും അവിടെ മലക്കുകൾ ആമീൻ പറയുന്ന ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ ആ മയ്യത്തിറക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകും. പക്ഷേ ആ വിഷമമുള്ളപ്പോഴും നമുക്കൊരു സമാധാനം, പടച്ചോൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ഇന്ന് കബറിൽ കുടുങ്ങൂല, എൻ്റെ ഭാര്യ കബറിൽ കുടുങ്ങൂല, എൻ്റെ അമ്മ കുടുങ്ങൂല, എൻ്റെ മോൻ കുടുങ്ങൂല. ഓ സുബൈക്ക് പള്ളി പോണ മോനാ, ഞാൻ എന്നെ വിളിച്ചോണ്ട് എൻ്റെ ഉമ്മയായിരുന്നു, എൻ്റെ ഭാര്യയാണ് ഞാൻ എപ്പോഴെങ്കിലും ഉറങ്ങിപ്പോയാൽ പള്ളിയിലേക്ക് പോകാൻ, സുന്നത്ത് നോമ്പ് നോൽക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഭാര്യയായി കിടക്കുന്നത്. അതൊരു സമാധാനമല്ലേ സഹോദരങ്ങളെ? കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടാത്ത സമാധാനമാണത്. അത് എവിടെ ഉണ്ടാവുള്ളൂ? ദീനുള്ള വീട്ടിലേ ഉണ്ടാവുള്ളൂ. അപ്പം നല്ലൊരു യാത്രയപ്പ് നമ്മുടെ വീട്ടിൽ മരണപ്പെടുന്ന വ്യക്തി ആരാവട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു നല്ല യാത്രയപ്പ് കൊടുക്കണമെങ്കിൽ ആ മരണം വരെയുള്ള കാര്യങ്ങൾ തൃപ്തികരമായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വിഷമായിരിക്കും. എന്താണ് മരണാനന്തരം സംഭവിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് വിഷമവും പ്രയാസവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും, ഉമ്മയും മക്കളും, ഉപ്പയും മക്കളും, അതുപോലെ തന്നെ ജ്യേഷ്ഠനും അനിയനും, ഈ ബന്ധം അഭേദ്യമായിരിക്കണം. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന ഭർത്താവ്, ആ ഭർത്താവ് മരിക്കുമ്പോൾ റസൂലുള്ളാഹിക്കൊരു ചുടു ചുംബനം കിട്ടിയിട്ടുണ്ട്. ആരുടെ ചുംബനം? ആയിഷ റളിയല്ലാഹു അൻഹയാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ, റസൂലുള്ളാഹിയുടെ ഭാര്യയുടെ ചുടു ചുംബനം കിട്ടിയിട്ടാണ് റസൂലുള്ളാഹി ലോകത്തോട് വിട പറഞ്ഞത്. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. ആ റസൂലുള്ളാഹി മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ ഒരാളിങ്ങനെ മിസ്വാക്ക് ചെയ്യുമ്പോൾ അയാളെ നോക്കി. ഉടൻ ആയിഷ ബീവിക്ക് മനസ്സിലായി അള്ളാഹിൻ്റെ റസൂലിന് പല്ല് വെക്കണം ആഗ്രഹമുണ്ടെന്ന്. ഭർത്താവിൻ്റെ ആഗ്രഹം ചോദിച്ചിട്ടല്ല, അവിടെ നാം ആക്ഷൻ എന്ന് മനസ്സിലായി. വേഗം ചെയ്തു, അറാക്കിൻ്റെ പോലെ സാധനമെടുത്ത് വായിലിട്ട് ചവച്ചരച്ചത് പിന്നെ ഇതാക്കി റസൂലൊക്കെ പല്ലിച്ചു കൊടുത്തു. എന്നിട്ട് അഭിമാനം പറയും, എൻ്റെ ഉമിനീരും എൻ്റെ ഭർത്താവായ റസൂലുള്ളാഹിയുടെ ഉമിനീരും ഒന്ന് ചേർന്നിട്ടാണ് അള്ളാഹിൻ്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് അഭിമാനം പറയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 6 മാസം ഉഷാർ, പിന്നെ അതെല്ലാം ലൂസായി പോകലല്ല, മരണം വരെയും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. എത്ര പ്രായമായാലും ഈ അവിടെ കിടന്നോ ഞാനിവിടെ കിടന്നോ പറ്റൂല. ഓരോ കുട്ടി പുയ്യാപ്പിളയും വിയ്യൊപ്പിയാക്കി മക്കളോട് കുട്ടിയുടെ റൂമിൽ കാക്കണം. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. ഭാര്യയും ഭർത്താവും മരണം വരെ ഭാര്യയും ഭർത്താവും തന്നെയാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എപ്പോഴും യുവപ്രായത്തിലുള്ള കാര്യമല്ല, പ്രായം കൂടുമ്പോൾ ആശ്വാസമാണ് പരസ്പരം. അത് ഇസ്ലാം അങ്ങനെ തന്നെ കാണുന്നു. അപ്പോൾ ആ ബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കണം. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി. പിന്നെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, എൻ്റെ ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൾ അങ്ങനെ ആക്കുന്നില്ല, അങ്ങനെ കുറേ പരാതി. റസൂലെല്ലാം കേട്ടു, നിർത്തുന്ന് പറഞ്ഞു. ഇനി ഓളെ നന്മക്ക് അങ്ങോട്ട് പറയുന്ന പറഞ്ഞു. അത് പടച്ചോനെ, ഞാൻ അള്ളാഹിൻ്റെ റസൂലേ, ഞാൻ കഷ്ടപ്പെട്ട സമയത്ത് എന്നോടപ്പോൾ പട്ടി അടുത്ത് പറയും ആ നന്മ. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഈ നന്മനെ ഇനി ശ്രദ്ധിച്ചാൽ മതി, എല്ലാം തികഞ്ഞ് ആരും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ മഹാനായ KP മുഹമ്മദ് മൗലവി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ വിശാലമാക്കുമാറാകട്ടെ, അദ്ദേഹം എന്നാണ് കേരളത്തിലുടനീളം ഈ തൗഹീദിൻ്റെ, ഈ ഇസ്ലാമിൻ്റെ ശബ്ദം വ്യാപിക്കാൻ വേണ്ടി പ്രയത്നിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആൾക്കാർ പോകും, എന്നിട്ട് മറ്റവനെ പറ്റി കുറ്റം പറയും, നിർത്തുകയും അവൻ്റെ നന്മക്ക് അങ്ങോട്ട് പറയുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ ധാരാളം അത് പറയാനുണ്ടാവും. ഭർത്താവിനെ പറ്റിയാണെങ്കിൽ ഭാര്യനെ പറ്റിയൊക്കെ ആണെങ്കിൽ ഇത് പൂർണ്ണതയല്ല സഹോദരന്മാരെ. പൂർണ്ണതയുള്ള ഒരു ഭർത്താവിന്, ഒരു ഭാര്യയെ ഈ ലോകത്ത് നിന്ന് കിട്ടിയാൽ പിന്നെന്തിനാ സ്വർഗം? വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നത് അവിടെ ഉണ്ടാകും, അവർ വിളിച്ചാവശ്യപ്പെടുന്നത് അവിടെ ഉണ്ടാകും. എല്ലാം നമ്മുടെ ആഗ്രഹപ്രകാരം കിട്ടിയ സ്വർഗത്തിലാണ്. അങ്ങോട്ട് പോകാനുള്ള ലോകത്ത് പല തരത്തിലുള്ള ന്യൂനത. ഇത് മനസ്സിലാക്കിയ രോഗം പ്രശ്നമല്ല, രോഗം പരീക്ഷണമാണ്. റസൂലുള്ളാഹിക്ക് രോഗം വന്നിട്ടുണ്ട്, അയ്യൂബ് നബിക്ക് രോഗം, പലർക്കും രോഗം വന്നിട്ടുണ്ട്. ആ രോഗം അവർ പ്രതിഫലമാക്കി മാറ്റി. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ ഞാൻ രോഗിയായി പോയല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് രോഗം മാറുമോ? ഇല്ലല്ലോ. രോഗം വന്നാൽ അത് നമുക്ക് പുണ്യം നേടാനുള്ള മാർഗമാണ്. ഒരു പക്ഷേ നമ്മൾ രോഗമില്ലാത്ത അവസ്ഥയിൽ തെറ്റിലേക്ക് പോകുമ്പോൾ ഒരടി നിൽക്കവിടെ, സ്വന്തത്തെ പറ്റി ഒന്ന് ചിന്തിച്ചോ എന്ന അർത്ഥത്തിൽ നമ്മൾ തൗബയിലേക്കും മരണത്തിന് വേണ്ടി ഒരുങ്ങാനുമായിരിക്കാം പെട്ടെന്ന് നമ്മൾ രോഗിയാണ് എന്ന വിവരം അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. അതുകൊണ്ട് ആ നിലക്ക് നമ്മുടെ വീട്ടിൽ ഇത്തരം ചിന്തകൾ
നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും പരസ്പരം സ്നേഹിക്കാൻ. അതുപോലെ അഫ്ശുസ്സലാം ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക, എങ്കിൽ സ്നേഹം വർദ്ധിക്കും. രാവിലെ തന്നെ ഉമ്മ എണീറ്റു, റൂമിൽ നിന്ന് പുറത്തിറങ്ങി, അപ്പുറത്ത് മോൻ എണീറ്റു, ഒന്നും മിണ്ടൂല, പറ്റൂല. ആദ്യം കണ്ട ഉമ്മാണ് അസ്സലാമു അലൈക്കും. എവിടുന്ന്? വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. ആർക്ക്? മോന്. വീട്ടിൻ്റെ ഉള്ളിലടക്കം സലാം വ്യാപിപ്പിക്കുക. ചില ആൾക്കാർ നാട്ടുകാർക്ക് മൊത്തം സലാം പറയും, പാപ്പക്ക് സലാമില്ല, ഉമ്മക്ക് സലാമില്ല. പിന്നെ എനിക്ക് രക്ഷ ഉണ്ടാകട്ടെ, പോക്കരെ എനിക്ക് രക്ഷ ഉണ്ടാകട്ടെ, അഹമ്മദ് എനിക്ക് രക്ഷ ഉണ്ടാകട്ടെ, അസ്സലാമു അലൈക്കും. ഉമ്മ അങ്ങക്ക് രക്ഷ വേണ്ട, ഒറ്റ കയറിപ്പോക്ക്. വാപ്പണ്ട് കൊലയിലിരിക്കും, നിങ്ങൾക്ക് സലാമില്ല. അങ്ങനല്ല, പാപ്പക്ക് സലാം പറയണ്ടേ. ആ ശീലമില്ലാത്ത ചില ആൾക്കാർക്ക് അത് എങ്ങനെ അപ്പ സലാം പറയാ? സലാം പറയുന്നേ. സലാം പ്രാർത്ഥനയാണ്, വാപ്പക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഉമ്മക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഭാര്യ വിളിക്കുന്നു, എന്താ വിഷയം? മീൻ വാങ്ങണം. ഹലോ, നിങ്ങൾ എവിടെ ഉള്ളത്? പറ്റൂല. ഹലോ, അസ്സലാമു അലൈക്കും. ആര്? ഭർത്താവ്. ഭാര്യ ആരോട്? ഭർത്താവിനോട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ശരി, എന്താ വിഷയം? മീൻ വാങ്ങണം. ഒരു പക്ഷേ ആ മീൻ വാങ്ങി ആ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഒരു പക്ഷേ അപകടം പറ്റിയേക്കാം. ഒരു പക്ഷേ ആംബുലൻസ് ആയിരിക്കും വീട്ടിലേക്ക് വരിക. അപ്പോൾ ഈ ഭാര്യൻ്റെ സമാധാനം എന്താ? പടച്ചോനെ, അവസാനം ഞാൻ വിളിച്ചത് മീൻ വാങ്ങാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും. മൂപ്പരിനോട് പറഞ്ഞു വലൈക്കും സലാം. എന്തൊരു സമാധാനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സലാം പറയണം. ഒരു മെസ്സേജ് നമ്മൾ അയക്കുമ്പോൾ സലാം പറയണം, ഒരു ഫോൺ ചെയ്യുമ്പോൾ സലാം പറയണം. അങ്ങനെ അഫ്ശുസ്സലാം ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. അങ്ങനെ സലാം വ്യാപിപ്പിച്ചാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ പഠനം. നമ്മുടെ വീട് രക്ഷപ്പെടാൻ, നമ്മൾ രക്ഷപ്പെടാൻ, നമ്മുടെ കുടുംബം രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? വിശുദ്ധ ഖുർആനിൻ്റെ പഠനം. അഥവാ എന്താണ് അള്ളാഹു ഒരു കത്ത് നമുക്ക് ഇറക്കി തന്നു, ആ കത്തിലുണ്ട് ഈ വഴിക്ക് പോയാൽ സ്വർഗത്തിലെത്തും. അപ്പം ആ വഴി പഠിപ്പിക്കുന്ന ഖുർആൻ പൂട്ടിവെക്കുകയും നമ്മൾ ഇരുട്ടത്ത് നടക്കുകയും ചെയ്യരുത്. അത് ആ വെളിച്ചം കിട്ടണമെങ്കിൽ നമ്മുടെ ടോർച്ച് എടുത്തടിക്കണം. എൻ്റെ കയ്യിലൊരു ടോർച്ച് ഉണ്ട്, അത് വല്ലാത്ത ടോർച്ചാണ്, ഭയങ്കര ലൈറ്റാണ്, ടോർച്ച് അടിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെ പോയി കുണ്ടിൽ വീഴുക. അപ്പോഴും പറയാം കുണ്ടിൽ മുമ്പ് ഭയങ്കര ടോർച്ചാണ്. എന്ത് ടോർച്ച് അറിയോ? മെയ്ഡ് ഇൻ ജപ്പാനാണ്. അതുകൊണ്ട് കാര്യമില്ല, മെയ്ഡ് ഇൻ ജപ്പാൻ പുറത്തെടുക്ക്, എന്നിട്ട് അടിക്കി. ഇതേപോലെ ഖുർആൻ ഭയങ്കരമാണ്, ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമല്ല. ഖുർആൻ പഠിച്ചിട്ട് കുറേ ആൾ മുസ്ലിമായിട്ട്, ശരി ഇതൊന്ന് എടുക്ക്, തുറക്ക് എന്ന് പഠിക്ക്. അപ്പം യാസീൻ്റെ അർത്ഥം നമ്മൾ എത്ര പേർക്കറിയാം? സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമുക്ക് എത്ര പേർക്കറിയാം? അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, കുടുംബസമേതം ഖുർആൻ പഠിക്കണം. നമ്മുടെ നാട്ടിൽ ഈ പൂനൂരിലുണ്ട്, കോളിക്കലുണ്ട്, മിക്കവാറും എല്ലാ സ്ഥലത്തും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. വിശുദ്ധ ഖുർആനും തിരു ഹദീസും കുടുംബസമേതം പഠിക്കാനുള്ള സംവിധാനങ്ങളെ നമ്മൾ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്തണം. മറ്റൊന്ന്, കുടുംബ ബന്ധങ്ങൾ മുറിയുന്ന ഒരു നിലപാട് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ അനിയനുമായിട്ട് തെറ്റ്, ജ്യേഷ്ഠനുമായിട്ട് തെറ്റ്, നമ്മുടെ എളാപ്പയുടെ മോനുമായിട്ട് തെറ്റ്, ഇങ്ങനെ ആരെങ്കിലുമായിട്ട് നമ്മൾ തെറ്റിലാണെങ്കിൽ ന്യായവും അന്യായമൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ആ കുടുംബ ബന്ധം നന്നാകണം. ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹ്മിൻ, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കുടുംബബന്ധം മുറിച്ചവൻ. പിന്നെ റസൂൽ പറഞ്ഞു, കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴുള്ള ബന്ധം നന്നാക്കലല്ല, മറിച്ച് അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കലാണ്. നമ്മളോട് ഇങ്ങോട്ട് തകരാറ് വരുത്തിയ ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അവകാശം കവർന്നെടുത്തു, അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും ചീത്ത പറഞ്ഞ് തെറ്റിന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ ന്യായം എന്താ? അതോ ഇങ്ങനെയൊക്കെയാണ് സംഭവം. എല്ലാ തെറ്റും മൂപ്പരെടുത്താണ്, മൂപ്പരെന്നോട് മാപ്പരുണ്ടാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം നമ്മളെ ന്യായം എന്താ അറിയോ? അത് ശരിയാണ്, പക്ഷേ അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് കുടുംബ ബന്ധം കൂട്ടിയണക്കേണ്ടതാണ്, മുറിഞ്ഞു പോയ ബന്ധം കൂട്ടിയടക്കാൻ. 2, ആദ്യം സലാം പറയുന്നവർക്കാണ് ബറക്കത്ത്. അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് തെറ്റ് ചെയ്ത വ്യക്തിയുടെ വീട്ടിലേക്ക് നമ്മൾ പെരുന്നാൾ ദിവസം കയറി ചെല്ലുന്നു, അസ്സലാമു അലൈക്കും. അപ്പം അവർ ഉള്ളിൽ നിന്ന് വന്നിക്കുന്നു, തോറ്റ് ആയിക്കോട്ടെ, നമ്മൾ തോറ്റിന്നൊരു ഉള്ളിൽ നിന്ന് ഒരു സ്വകാര്യം പറഞ്ഞോട്ടെ, തോറ്റ് ആയിക്കോട്ടെ, തോറ്റ് നമ്മൾ തോറ്റ്, നമുക്കറിയാം നമ്മളല്ല വരേണ്ടത്. അവിടെ ഇരുന്നു, ഒരു കാരണവശാലും ഇറങ്ങി പോകാൻ പറയില്ലല്ലോ, നമുക്കൊരു വെള്ളമൊക്കെ തന്നു, കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാലോ. അവിടെ ഞാൻ പറയുന്നത്, ദുനിയാവിൽ കുടുംബ ബന്ധത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ തോൽക്കാൻ തയ്യാറാവുക, ഇതിന് പരലോകത്ത് വിജയിക്കാൻ. സ്വർഗം കിട്ടാൻ കുടുംബ ബന്ധം കൂട്ടിച്ചേർത്തേ പറ്റൂ. അതുകൊണ്ട് ഒരു കുടുംബം എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുക. ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരെയും കണ്ട് അങ്ങോട്ട് നന്നാവല. ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെ കുടുംബബന്ധം ചേർക്കണം, മുറിഞ്ഞുപോയ ബന്ധമൊക്കെ നന്നാകണം. അതെന്താ പേടി?
ഹജ്ജിന് 1.5 മാസം അവിടെ ഉണ്ടാകും, മക്കയിലും മദീനയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു എന്തെങ്കിലും കാരണവശാൽ നമ്മൾ മിനേന്നോ അറഫേന്നോ ഏതെങ്കിലും സ്ഥലത്തും മരണപ്പെട്ടു പോയാൽ പിന്നെ ഈ വിമാനം കയറിപ്പോയ സ്ഥലത്ത് തിരിച്ചു വരാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ആ ബന്ധം, അല്ലേ? അതേപോലെയല്ലേ നാളെ നമ്മളിൽ കൂട്ടത്തിൽ എത്ര പേർ ജീവിച്ചിരിക്കും നമുക്കറിയുമോ? നമ്മൾ എപ്പോഴാ മരിക്കുക എന്നറിയുമോ? അതുകൊണ്ട് ആ റസൂൽ ഒരു പരിധി നിശ്ചയിച്ചു. നിങ്ങൾക്ക് തെറ്റാം, മിണ്ടാതിരിക്കാം 3 ദിവസം. 3 ദിവസം കഴിഞ്ഞാൽ ഈമാനുള്ളവൻ ഇങ്ങനെ പടക്കും, പടച്ചോനെ നേക്ക് 3-ാമത്തെ ദിവസമായല്ലോ, നേരെ ഫോൺ എടുത്ത് അസ്സലാമു അലൈക്കും, നമ്മൾ മിനിങ്ങളല്ലേ, വല്ലതും വന്നു നിങ്ങൾ പുറത്താളി അപ്പം ഫോൺ ചെയ്ത് പറയും. കാരണം എന്താ? പിന്നെ അമല് ഉയരില്ല. അമല് പടച്ചോനയുടെ പെൻഡിങ്ങിൽ വെക്കും. ആകാശത്തേക്ക് പോകണമെങ്കിൽ ആ ബന്ധം നന്നാകണം. അതുകൊണ്ട് പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ ആരെങ്കിലുമായി അകന്നു നിൽക്കുന്നുവെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ തോൽക്കാൻ തയ്യാറാവുക, പരലോകത്ത് വിജയിക്കാൻ. നീ തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട് നേരിടുക. ഇങ്ങോട്ട് നമ്മളോട് കുറേ അന്യായങ്ങൾ ചെയ്തു, എന്നാൽ പിന്നെ തിരിച്ചു അങ്ങോട്ട് ചെയ്യലല്ല, മറിച്ച് അങ്ങോട്ട് നന്മ ചെയ്യുക. എങ്കിൽ അവൻ നിന്റെ ഏറ്റവും അടുത്ത വലിയായി മാറും, ഏറ്റവും ഉറ്റ സുഹൃത്തായി മാറും എന്നാണ് മഹാനായ നബി കരീം. ഒരിക്കൽ റസൂലിൻ്റെ പള്ളിയിൽ വന്നിട്ട് ഒരുത്തം മൂത്രയിച്ച് ആൾക്കാർ ചൂടെ യാളുടെ പള്ളിയിൽ കൊണ്ട് മൂത്രയിക്കുന്നു, ഓനെപ്പെ ശരിയാക്കുന്ന അർത്ഥത്തിൽ അനങ്ങാൻ പറ്റില്ല. റസൂൽ പറഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾ അങ്ങോട്ട് വിളിച്ചു സ്വകാര്യം, എന്താണ് ഈ പള്ളിയിലാണ് മൂത്രയിക്കൽ? അയാൾ ആകെ ഐസായിപ്പോയി. എന്നിട്ട് അയാൾ അവിടെ സുരക്ഷയാക്കി കൊണ്ടുവരി വെള്ളം എന്ന് പറഞ്ഞു. വേറുള്ളൊരു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് മണലാണല്ലോ, ആ മണൽ കുറേ വെള്ളം ഒഴിച്ചു, ശുദ്ധിയായി. ഇയാൾ വെറുതെ വിട്ടു. ഇനി ജീവിതത്തിൽ പണി അയാൾ ചെയ്യും, അതാ വേണ്ടത്. അഥവാ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും തിന്മയെ എതിർക്കലും ഹൈറായ മാർഗത്തിലൂടെയാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. അതേപോലെ വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ നന്മ വ്യാപിപ്പിക്കുവാൻ മാതാപിതാക്കളുടെ സ്വഭാവം വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. ചില ആൾക്കാർ മക്കളെ സുബൈ എണീക്കട, എന്നോടല്ല എണീക്കാൻ പറഞ്ഞ് സുബൈ വാങ്ങിക്കൊടുത്ത് ഈ കെട്ടില്ല ഒരൊറ്റ അടി, വാതിൽ ഒരൊറ്റ അടി. ആ കുട്ടിക്ക് സുബൈ എന്ന് പറഞ്ഞ പഠിച്ചോനെ പുരയിലൊരു മനുഷ്യനുണ്ട്, മനുഷ്യന് സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയൂല. ഞാനിപ്പോൾ ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണ് മര്യാദയ്ക്ക് സുബൈക്ക് ഉറങ്ങാൻ സമയം കിട്ടുമെന്ന് പറയും. അതിന് പകരം വേറൊരു സുബൈൻ്റെ വിളിയുണ്ട്. എന്താണ്? നമ്മളെ മക്കളല്ലേ 6 വയസ്സ് 7 വയസ്സ് 3 വയസ്സ്, നമ്മൾ ആ മക്കളുടെ അടുത്ത് പോയി ഇരിക്കുന്നു സുബൈൻ്റെ സമയത്ത്. ഒരു ഉമ്മ നമ്മളെ വക, ആർക്ക്? നമ്മളെ മോൻ നമ്മളെ മോക്ക്. എന്താ ബാങ്കൊന്ന് കൊടുക്കുന്നത് കേട്ടില്ലേ, നിസ്കരിക്കണ്ടേ, ഒരു തലോടൽ. എന്നിട്ട് നമ്മളെ വക ഒരു ലിഫ്റ്റ് എങ്ങോട്ട്? ബാത്റൂമിൽക്ക്, നമ്മളെ തോളിലിട്ടിട്ട് ബാത്റൂമിൽ. അപ്പോൾ ആ കുട്ടിക്ക് സുബൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഉപ്പാൻ്റെ ഒരു മുത്തം കിട്ടും, ഇന്നെടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടുപോകും, ഒരു രണ്ട് സ്നേഹ വർത്തമാനങ്ങളൊക്കെ പറയും. ഈ രൂപത്തിലായിരിക്കണം നമ്മൾ മക്കളോട്. കാരണം ഒരു കാര്യം തന്നെ 2 രൂപത്തിൽ, ഇങ്ങോട്ട് വേടാ മോനെ ഇങ്ങോട്ട് വാ, അത് 2 മക്കളെ വിളിക്കുന്ന രൂപ. ചില ആൾക്കാർ എടോന്നൊക്കെ വിളിച്ചാളും മക്കളെ, എടീന്നൊക്കെ. ഒരിക്കലും അങ്ങനെ വേണ്ട. ദേഷ്യം പിടിച്ചാൽ പേര് വിളിക്കുക, അല്ലാത്ത മോനെ മോനെ എന്നുള്ള വിളി, മോളെ എന്നുള്ള വിളിക്ക് വല്ലാത്തൊരു ഓമനത്തുണ്ട്. ഖുറാന്റെ പദം നോക്കൂ, യാ അബത്തി യാ ബുനയ്യ, ആ ഒരു സ്നേഹത്തിന്റെ വിളിയാണ്. ദേഷ്യം പിടിച്ചാൽ ബഷീറ ഇങ്ങോട്ട് വാ, അപ്പം എൻ്റെ മോനെ മനസ്സിലാവണം, വാപ്പക്ക് എന്തോ ഒരു ദേഷ്യമുണ്ട്, എൻ്റെ പേരാപ്പോൾ വിളിച്ചതെന്ന്. ദേഷ്യം പിടിച്ചാൽ പേര് വിളിക്കുക. അല്ലാത്തവരൊക്കെ നല്ല ഓമന പേരുകളും മോളെ മോനെ എന്നൊക്കെയുള്ള വിളിയാണ് വിളിക്കേണ്ടത്. അപ്പോൾ ആ നിലക്ക് പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് വിഷമമുണ്ടായാലും സന്തോഷമുണ്ടായാലും അതൊക്കെ പ്രകടിപ്പിക്കാൻ വീട്ടിൽ പറ്റണം. എല്ലാവർക്കും അവിടെ A+, ഇവിടെ A+, മൂത്തമ്മൻ്റെ മോനെ A+, ഇളയമൻ്റെ മോനെ A+, നമ്മളെ കുട്ടിക്ക് ഫുൾ A+ ഇല്ല. ഒരു A, ഒരു B, ഇത്രയും കാലം പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നിക്ക് 4 ചീത്ത. ഈ കുട്ടി എങ്ങനെ വന്നെന്നറിയോ? സ്കൂളിൽ നിന്ന് ആകെ ഒറ്റപ്പെട്ട്, ആരും ഹെഡ്മാഷ് മുഖത്ത് കോക്കില്ല, മുഖത്ത് കോക്കാണ്ട് ഒപ്പിട്ട് കൊടുത്തു, പാടുന്നു സ്കൂളിൻ്റെ ഫുൾ A+ നഷ്ടപ്പെടുത്തിയ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രയാസപ്പെട്ട് സ്കൂളിൻ്റെ സൈഡിൽ കൂടി മെല്ലെ. അപ്പോൾ ആകെ പ്രതീക്ഷ എന്താ, പോരേ പോയപ്പോൾ അയക്കും വലിയ വർത്തമാനം. അപ്പം എന്താ വേണ്ടത്? പൊരയിൽ കൊണ്ട് വന്നേ മോളെ, ആ സാരല്ല മോളെ, SSLC തോറ്റതാ, ആ വലിയ കാര്യമൊന്നുമല്ല, ആ നമുക്ക് ഉഷാറാക്കാം, ഒന്നൊരു ഉമ്മയൊക്കെ കൊടുത്ത് മോക്ക് ചൂടുള്ള വേണ്ടത്, അവിടെ ഇരുത്തി വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പം എന്താ, എനിക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും എൻ്റെ വീട്ടിൽ പോയാൽ സമാധാനം കിട്ടും. ഈ SSLC പരീക്ഷ കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. എന്താ കാര്യം? വീട്ടിൽ സമാധാനമല്ല, ഹെഡ്മാഷെതിര്, കുട്ടികളെതിര്, നാട്ടുകാരൊക്കെ പരിഹസിക്കുന്നു. അവസാനം ഉമ്മയെതിര്, ഉപ്പയെതിര് ചീത്ത. എന്നാ പിന്നെ ഒരു കഷ്ണം കാരെടുക്കന്നെ, എന്നാ പിന്നെ കടലിൽ ചാടി തന്നെ. അപ്പം അങ്ങനെ കടലിൽ ചാടേണ്ടതില്ല നമ്മുടെ മക്കൾ.
അവർക്കൊരു വിഷമം വന്നാൽ അവരോടൊപ്പം നമ്മൾ ഉണ്ടാകണം. അവരുടെ സന്തോഷത്തിൽ എന്ന പോലെ നമ്മൾ ഉണ്ടാകണം. അതേപോലെ അവരുടെ അടുത്ത് എന്തെങ്കിലും തിന്മ കണ്ടു, ആ തിന്മ നമ്മുടെ മോന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടു എന്ന് വിചാരിക്കുക. അന്ന് നമ്മൾ എന്താ ചെയ്യുക, നല്ലൊരു ചൂരെടുത്തിട്ട് വാതിലടിച്ച് ചുമരിന് പിടിച്ച് വേറൊരു അടി. മയക്കുമരുന്ന് പോവോ? മയക്കുമരുന്ന് പോവോ? അതിന് പകരം വാതിൽ അടച്ചു, മോനെ പിടിച്ചു, കെട്ടിങ്ങോട്ട് പിടിച്ചു. എൻ്റെ മോൻ അതിൽ പോലാന്ന് ഉപ്പാക്ക് നല്ല ഉറപ്പുണ്ട്. മോൻ എന്താ പറ്റിയെന്ന് ഉപ്പാനോട് പറയുന്ന പറഞ്ഞു നോക്കി നിങ്ങൾ. മോക്ക് എന്താ പറ്റിയത്? ഈ അങ്ങനെ ഒരു കാര്യം, ഈ നിസ്കരിക്കുന്ന മോളാ, ഈ ഖുർആൻ ഓതുന്ന മോളാണ്, ഈ വേറൊരു അന്യപുരുഷൻ്റെ ഒപ്പം അങ്ങനെ ഒരു ബൈക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു വിഷമം ഉണ്ടാവും മോളെ. ഈ മാനോട് പറഞ്ഞ മോളെ, അതിന് പകരം 4 അടി കൊടുത്ത് 4 ചീത്ത പറഞ്ഞാൽ ഒരു പക്ഷേ ആ ബന്ധം അപ്പുറത്ത് ശക്തിപ്പെടുക ചെയ്യാം. ഞാൻ പറയുന്നത് ചീത്ത പറയണ്ടെന്നോ ശിക്ഷിക്കണ്ടെന്നോ അല്ല, മറിച്ച് കുട്ടികളെ നമ്മൾ പരിചരിക്കുന്നിടത്ത് അവരോടൊപ്പം അവർക്ക് സമാധാനവും ശാന്തിയും നൽകി അവരോടൊപ്പം നിൽക്കുന്ന ഒരു രീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മക്കൾക്ക് നമ്മളോട് ഒന്ന് പറയാൻ പറ്റണം. നമ്മളോട് പറയാൻ പറ്റാത്തൊരു വിഷമവുമില്ല. ഇനി എന്തെങ്കിലും, ഉമ്മ ഞാനിന്ന് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരുത്തൻ എന്നെ അങ്ങനെ നോക്കി, അതാപ്പം എൻ്റെ പ്രശ്നം, ഈ അങ്ങനെ നിന്നൊടുക്കലാന്ന് പറഞ്ഞാൽ പിന്നെ പിറ്റേന്നോള് പറയോ ഉമ്മ ഒന്നെ തോണ്ടാൻ നോക്കി എന്ന് പറയില്ല. അങ്ങനെ ഉണ്ട മോളെ, അത് സാരല്ല, ഈ ഒന്നും കൂടി മാറി നിന്നാൽ മതി. പിറ്റേന്നോള് പറഞ്ഞു ഉമ്മ കുറച്ച് പ്രശ്നമാണ്, ആ പ്രശ്നമല്ല മോളെ, അന്ന് ആങ്ങളിനെ അങ്ങോട്ട് വിട്ടു, ഉപ്പൻ അങ്ങോട്ട് വിട്ടു. അപ്പോൾ അവനുണ്ടാകുന്ന എന്തൊരു പ്രശ്നവും ഉമ്മയോട് പറഞ്ഞാൽ ഉമ്മ അപ്പൾക്ക് മറുപടി പറയരുത്. അത് മോൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം പറയുമ്പോൾ വീട്ടിലേക്ക് വന്നാൽ സമാധാനം കിട്ടും, വീട്ടിലേക്ക് വന്നാൽ ശാന്തി കിട്ടും എന്നൊരവസ്ഥയുണ്ടാകും. ഇങ്ങനെ വീട് ഇസ്ലാമാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം പള്ളിയിൽ മാത്രം, ഫർളിസ്കാരം പള്ളിയിൽ മാത്രം. ആ സുഖം, യാത്ര, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒഴികെ വീട്ടിൽ നിന്ന് ഒരിക്കലും ഫർള് നിസ്കരിക്കാൻ പാടില്ല. അത് പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. ഒരാൾ കാറ് സ്റ്റാർട്ടാക്കുന്നു, ഡ്രൈവർ സീറ്റിൽ വാപ്പ ഇരിക്കുന്നു, ഇപ്പുറത്തെ സീറ്റിരിക്കുന്ന മോനവിടെ ഉറങ്ങുന്നുണ്ട്, ബാക്കിലിരിക്കേണ്ട മക്കൾ അവിടെ ഉറങ്ങുന്നുണ്ട്. നമ്മളൊരു യാത്ര പോവുകയാണ്, ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ കാർ അപകടത്തിൽപ്പെട്ടു, ഒരാൾ മരിച്ചു, ഒരാളുടെ തുടയല് പൊട്ടി, ഒരാൾക്ക് പരിക്ക് പറ്റി, നമുക്കൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ ഒന്നിനെ മോർച്ചറിക്ക് കൊണ്ടുപോകണം, ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കല്യാണത്തിന് എങ്ങനെ ഉണ്ടാവും? അയാളൊരു മനുഷ്യനാണോ ചോദിക്കൂലേ? ഇതേപോലെ ചില ആൾക്കാർ സുബൈക്ക് കൊണ്ടുവരണം, ഒട്ട പോക്ക, ഞാൻ പോവുക, ഇയാടെ കിടന്ന നരകത്തിൽ, ഇയാടെ കിടന്ന നിങ്ങളൊക്കെ ഉറങ്ങിക്കോളി. അങ്ങനെ പറ്റൂല. എല്ലാവരും വരി സ്വർഗത്തിലേക്ക് എണീക്ക്, എല്ലാവരും. അങ്ങനെ കാറ് ഫുള്ള്, ബൈക്കിൻ്റെ പിന്നിൽ ആളിരുന്നിട്ടാണ് പള്ളിയിൽ എന്ന് പറഞ്ഞാൽ കുടുംബസമേതമായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത്. ആ ഒരു ഒരുമ സ്വർഗത്തിന് വേണ്ടി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതോടൊപ്പം തന്നെ യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ അഹ്ലുകാരുടെ ശരീരങ്ങളെയും നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ ദീനുള്ള ഒരവസ്ഥ. അതോടൊപ്പം നരകം അങ്ങോട്ട് നിഷിദ്ധമായി പോകും. ഒരിക്കലും നരകം കിട്ടില്ല എത്ര അമല് ചെയ്താലും. ഇന്ന് രാത്രി ഇവിടെ ഭക്ഷണം ഉണ്ട് എന്നാണ് കരുതുന്നത്, ഉണ്ടാകും. നമ്മളൊരു കല്യാണത്തിന് പോവാണ്, ആ കല്യാണത്തിന് നല്ലൊരു ബിരിയാണി ഉണ്ട് അവിടെ. ആ ബിരിയാണി വിളമ്പാൻ നേരത്തെ എല്ലാവരെയും മുഖം അങ്ങോട്ട് വളറിപ്പോയി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പുറത്ത് അടുപ്പ് കൂട്ടാന്ന സ്ഥലത്ത് ഒരു മണ്ണെണ്ണൻ്റെ വിളക്ക് വെച്ചിരുന്നു. ഒരു വികൃതി കൂട്ടിയെടുത്തു, ഒറ്റേറ് കൊടുത്തു ഈ ബിരിയാണി ചെമ്പിൻ്റെ നടുവിൽ. എന്താ ചെയ്യുക? മണ്ണെണ്ണയായി. എവിടെ? ബിരിയാണിയിൽ. നല്ല മസാലയാണ്, നല്ല അരിയാണ്, എല്ലാം നല്ലതാണ്, പക്ഷെ മനുഷ്യൻ തിന്നാൻ പറ്റൂല. ഇതേപോലെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ റബ്ബിന് മാത്രം കൊടുക്കേണ്ടത് റബ്ബല്ലാത്ത ആർക്കെങ്കിലും കൊടുത്താൽ പിന്നെ അവൻ്റെ ഈമാൻ തെറ്റി, അവളുടെ ഈമാൻ തെറ്റി. അതോടുകൂടി അമലുകളെല്ലാം ബാത്തിലായി പോകും. ഇപ്പം നിങ്ങൾ അടുത്ത് കേട്ടിട്ടുണ്ടാകും, CM മടവൂര് പടച്ചോനാണ്. അങ്ങനെ ആരും ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഇപ്പം ഞങ്ങളെ പടച്ചോൻ CM മടവൂരാണ്. ഈമാനുള്ള മനുഷ്യന്മാരൊക്കെ പേടിച്ചു അത് കേട്ടിട്ട് അവിടെ എത്തിപ്പം എത്തി അവിടെ എത്തി. നിങ്ങൾക്കറിയോ CM മടവൂരിൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാച്ച് കാണാം ഫോട്ടോയിൽ. പടച്ചോൻ എന്തിനാ വാച്ച്? ഇപ്പം സമയം നോക്കാനാണല്ലോ വാച്ച് കിട്ടിയത്. പടച്ചോൻ സമയത്തിൻ്റെ കാലത്തിൻ്റെ സൃഷ്ടാവല്ലേ. അദ്ദേഹത്തിന് പ്രമേഹം വർദ്ധിച്ചിട്ട് അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയിരുന്നു.
അപ്പോൾ പ്രമേഹം ബാധിക്കുമോ പടച്ചോന്? അപ്പോൾ രോഗിയാവ് ബാക്കിയുള്ളവർക്കൊക്കെ കാഴ്ച കൊടുക്കുന്ന ആൾക്ക് സ്വന്തം കാഴ്ച. അദ്ദേഹം അവസാന കാലത്ത് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ ഭയങ്കര കൊതുക്, അപ്പോൾ കൊതുക് വല കെട്ടി. അപ്പോൾ ഒരു കൊതുക് ഇങ്ങോട്ട് വരണ്ട, കൊതുക് എന്ന് പറഞ്ഞാൽ കൊതുക് അങ്ങോട്ട് പോവാം. അത് വേണ്ട, അത് പോയി. എവിടെ പോയി? അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വിഭാഗമാണത്. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ വ്യസനിക്കേണ്ട, അവർ ദുഃഖിക്കേണ്ട, അവർ അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാരാണ്. എന്നാൽ വലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റില്ല, അവരോട് നമ്മുടെ നേർച്ച കൊടുക്കാൻ പറ്റില്ല. പ്രാർത്ഥന ഇബാദത്താണ്, പടച്ചോന് മാത്രമേ പറ്റൂ. നേർച്ച ഇബാദത്താണ്, പടച്ചോന് മാത്രമേ പറ്റൂ. അവിടെയാണ് CMA കാക്കണേ എന്ന് പറഞ്ഞ് നേരിട്ട് CMനെ വിളിച്ചു പ്രാർത്ഥിക്കുക, CMന്റെ മക്കാമിൽ പോവുക, പരീക്ഷയ്ക്ക് വിജയിക്കാൻ വേണ്ടി അവിടെ നേർച്ച കൊടുക്കുക. ഇതെല്ലാം തെറ്റാണ്. എന്നാൽ ഖബർ സിയാറത്തുണ്ട്, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് പരലോകത്തെ പറ്റി ഓർമ്മയാകാനും. അതുകൊണ്ട് മഴ പെയ്യിപ്പിക്കാൻ CMന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയി. അത് ആർക്കേ കഴിയുള്ളൂ? പടച്ചോന് മാത്രം. അപ്പോൾ പടച്ചോന് മാത്രം വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിച്ച ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഒരു പടപ്പിനും. ഇന്ന് ഒന്നു എടുത്തപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി എന്താ പറഞ്ഞത്? അബ്ദുഹു വ റസൂലുഹു. അള്ളാഹിനെ പറ്റി എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലും. അപ്പൊ നബി ആരാ? അള്ളാഹിൻ്റെ അടിമയാണ്. അപ്പൊ അടിമ ഒരിക്കലും ഉടമയാകില്ല. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട ഒരു കാര്യം റസൂലിനോട് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാനിത് പറയാൻ കാരണം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ സംഭവിച്ചാൽ അതോടുകൂടി അമലുകൾ ബാത്തിലായി പോകും. ലഇൻ അശ്റക്ത മുഹമ്മദ് നബിയെ, അങ്ങയുടെ ജീവിതത്തിലെങ്ങാനും ശിർക്ക് വന്നു പെട്ടാൽ ലയഹ്ബത്വന്ന അമലുക്, അങ്ങയുടെ അമലുകൾ ബാത്തിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ നരകക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് ശിർക്കുമായി ബന്ധപ്പെട്ട ഒന്നും സഹോദരീ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഉദാഹരണം, ഇപ്പോൾ വരാൻ പോവാണ് റബീഉൽ അവ്വൽ മാസം. റബീഉൽ അവ്വൽ മാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 പവിത്ര മാസങ്ങളിൽ റബീഉൽ അവ്വൽ ഇല്ല. 4 പവിത്ര മാസം റബീഉൽ അവ്വൽ പവിത്ര മാസത്തിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, അപ്പോൾ ഉദാഹരണമായി മങ്കൂസ് മൗലിദ്, അതേപോലെ തന്നെ വേറെ പല മൗലിദ്, അൻത ഗഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാതി. അറബി ചെല്ലുന്നാക്ക് പലർക്കും അർത്ഥം അറിയില്ല. അൻത ഗഫാറുൽ ഖതായ, പാപങ്ങൾ പൊറുക്കുന്ന മുഹമ്മദ് നബിയേ. തെറ്റാണ്. പാപം ആരാ പൊറുക്കുന്നത്? വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരാണുള്ളത്? ഖുർആൻ ചോദിക്കുകയാണ്. നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ റസൂലുള്ള പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം. ആരാ പറഞ്ഞത്? റസൂലുള്ള പറഞ്ഞു 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ്. അവിടുന്ന് ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാറുണ്ട്. അതിനകത്ത് റസൂലുള്ള 100 തെറ്റ് ചെയ്തു എന്നല്ല. അപ്പോൾ അതിന് പകരം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടേണ്ടതിന് പകരം അള്ളാഹിൻ്റെ റസൂലിനോടാണ് മൗലിദിൽ ഇസ്തിഗ്ഫാർ തേടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. കാരണം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിന് പകരം റസൂലിനോടായി മാറിപ്പോകുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശിർക്ക് സംഭവിക്കും. അതൊരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ വിശദമായി നമ്മളെ ജീവിതത്തിൽ പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ തിന്മകൾ വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ മുറിച്ചു കളയണം. തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സമ്മതിക്കാത്ത നിലക്ക് ആ സാഹചര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കി കളയണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് മക്കളെ സ്നേഹിച്ച് മാതാവ് മാപ്പയും ഉമ്മയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പടച്ചോനത് സ്വീകരിക്കും. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പടച്ചോനത് സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇസ്ലാം കാര്യം 4 കണ്ട് പെട്ടെന്ന് 5 ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യവും ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇസ്ലാം കാര്യം 4 നിൽക്കുകയാണ്. പെട്ടെന്ന് 5 ഒരിക്കലും ഹജ്ജിന് പോയ ആരോട് ചോദിച്ചു നോക്കൂ, അവരൊക്കെ പറയും ഹജ്ജിന് പോകേണ്ടത് യുവപ്രായത്തിലാണ്. കാരണം സഹോദരങ്ങളെ, ദീർഘദൂരം നടക്കണം. ബസ്സുണ്ടെങ്കിലും കയറാൻ പറ്റില്ല, നീങ്ങില്ല. ദീർഘദൂരം നടക്കണം. ആ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ഖുർആൻ പറഞ്ഞ ഒരു വമ്പിച്ച പ്രളയമുണ്ട്, ജനപ്രളയം. ആ പ്രളയത്തിൽ കിലോമീറ്ററുകളോളം നടക്കണമെങ്കിൽ ഏതായിരിക്കണം പ്രായം?
അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടല്ല ഹജ്ജ്. നമുക്ക് ഏറ്റവും നല്ല ആരോഗ്യവും സമ്പത്തുള്ള സമയത്ത് പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആ സ്വർണം വിറ്റപ്പോൾ എത്ര കിട്ടും? വേണമെങ്കിൽ ഭർത്താവിനും കൂടി കൊണ്ടുപോകാനുള്ള, മോനെയും കൂടി കൂട്ടാനുള്ള പൈസ കിട്ടും. എങ്കിൽ ആ ഹജ്ജ് പൂർത്തിയാക്കണം. ഖബറിൽ സ്വസ്ഥമായി കിടക്കണം. അതിനെ നമുക്ക് ഹജ്ജ് പൂർത്തിയാക്കണം. അതോടൊപ്പം തന്നെ ഇപ്പൊ ടൂറോ മാനിയാണ്, ടൂറോട് ടൂറ്. ഈ ആഴ്ച വേറൊരു ടൂറ്, അടുത്ത ആഴ്ച വേറൊരു ടൂറ്. സ്വന്തം കുടുംബത്തിന്റെ ഉത്തരവാദിത്തം പോലും ശ്രദ്ധിക്കാത്ത ടൂറുകൾ കാണുന്നു. ആ ടൂറുകളുടെ പണം ഒന്ന് സ്വരൂപിക്കൂ. എന്നിട്ട് കുടുംബസമേതം കാബ കാണാൻ പോവുക, ഉംറക്ക് പോവുക. നമ്മളെ ചെറിയ മക്കളെയും കൂടി നമ്മൾ ഉംറക്ക് പോവുക. കുട്ടിക്ക് വിമാനത്തിൽ കയറാൻ പറ്റൂലേ? ജിദ്ദ എയർപോർട്ട് കണ്ടൂടെ? കാണാം. എന്നിട്ട് ഹറം കാണിച്ചു കൊടുക്കുക, ബാക്കിയൊക്കെ പിന്നൊരു ചെയ്തോട്ടെ. ഇങ്ങനെ ഹറമിലേക്കൊരു യാത്ര, കുടുംബസമേതം ഒരു ഉംറ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ അതോടൊപ്പം പളപളപ്പിന് വേണ്ടി ഒരിക്കലും നമ്മൾ പലിശയുടെ കടത്തിൽ പോയി പെടരുത്. അത്തരം കാര്യങ്ങളൊക്കെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം പീസ് റേഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൊബൈലിൽ പോയി പ്ലേ സ്റ്റോറിൽ പോയി പീസ് ഒരു ഗ്യാപ്പ് റേഡിയോ നടിച്ചാൽ 24 മണിക്കൂറും ഉപ്പേരി മുറിച്ചിടുമ്പോൾ നമുക്ക് ദീൻ ഇങ്ങനെ കേൾക്കാം, കുട്ടികളെ പാട്ട് കേൾക്കാം, ഖുർആൻ ക്ലാസ് കേൾക്കാം. ധാരാളം സഹോദരിമാർ പ്രത്യേകിച്ച് അവർ പീസ് റേഡിയോയുടെ ശ്രോതാക്കളായി മുന്നോട്ട് പോവാണ്. എപ്പോഴും സംഭാവന കിട്ടിക്കൊണ്ടേയിരിക്കും പീസ് റേഡിയോക്കോ. ഒക്കെ സ്ത്രീകൾ കൊടുക്കുന്നതാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ സംഭാവനയായി കിടക്കുന്നത്. നിങ്ങളോട് പറയും യാതൊരു വിരോധവും ഇല്ല. ചോദിക്കാണ്ട് പൈസ തരാണ് ആൾക്കാർ പീസ് റേഡിയോക്ക്. മറ്റൊന്ന് ജമീൽ ആപ്പ്. ദീനിയായ ഏത് കാര്യവും സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ച് രാവിലത്തെ ദിക്റ്, വൈകുന്നേരത്തെ ദിക്റ് എല്ലാം നമുക്ക് ജമീൽ ആപ്പ് കിട്ടും. അതുകൊണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി രാവിലത്തെ ദിക്റ്, വൈകുന്നേരത്തെ ദിക്റ് ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഖുർആനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി ഓതണം. ആർക്കറിയാത്തത്? സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ് 3 പ്രാവശ്യം രാവിലെ ഓതണം, വൈകുന്നേരം ഓതണം. ചില ആൾക്കാർ ഇതൊക്കെ എവിടെ സമയം? സഹോദര, ബസ്സിലിരിക്കുമ്പോൾ എന്താ പണി? ബസ്സിലിരിക്കുക, ബാലുശ്ശേരിക്ക് ബസ് കയറി കുത്തിരുന്ന് പൂനൂരിന്ന് ആ സീറ്റിലിരുന്ന് ഇതൊക്കെ പൂർത്തിയാക്കി കൂടെ? ബസ് കാത്തുക്കാണ് ബസ് സ്റ്റോപ്പിൽ, അവിടുന്ന് ചെല്ലിക്കൂടെ? അടിച്ചു വാരുകയാണ്, അപ്പം അത് പൂർത്തിയാക്കിക്കൂടെ? അടുക്കളയിൽ പാത്രം കഴുകാണ്, അപ്പം ദിക്റ് പൂർത്തിയാക്കിക്കൂടെ? അതുകൊണ്ട് സമയമില്ല എന്നത് കളവാണ്. അതുകൊണ്ട് ദിക്റുകൾ, രാവിലത്തെ ദിക്റുകൾ, വൈകുന്നേരത്തെ ദിക്റുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഒരു പച്ച പിടിച്ച ദീനി ജീവിതം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചെയ്യുന്ന അധ്വാനങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് മതിയാവില്ല നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ. 1000 വർഷത്തോളം ആയുസ്സുള്ള മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം ആഗ്രഹിച്ച സ്വർഗ. നമുക്ക് എത്ര ആയുസ്? 60, 70 അടക്കം. 70 കഴിഞ്ഞാൽ പിന്നൊക്കെ ബോണസാ. അപ്പം അത്രയും ചെറിയ ആയുസ് ഈ സമുദായത്തിനുള്ളൂ. അതുകൊണ്ട് ആ റസൂൽ പറഞ്ഞത് ഒരു നന്മ ഇതാ ചുരുങ്ങിയത് 10 നന്മൻ്റെ കൂലി കിട്ടും. ഇഷ്ടം പോലെ ഓഫറുകളാണ്. അതുപോലെ തന്നെ എല്ലാ റമദാനിലും കൊടുത്ത് 85 കൊല്ലം അമൽ ചെയ്ത കൂലി ഒരൊറ്റ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് കൊടുക്കും. നമുക്ക് അമൽ കുറവായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. അതോടൊപ്പം നമുക്ക് ധാരാളമായി ആസാറുകൾ വേണം. അനന്തരമായി കിട്ടുന്ന കാര്യങ്ങൾ, അനന്തരമായി നമ്മൾ പഠിക്കുന്ന മദ്രസ, ആരാണോ ആ മദ്രസ ഉണ്ടാക്കിയത്, ആ മദ്രസ ഉണ്ടാക്കിയവർക്ക് ഇപ്പോഴും ആ മദ്രസയിൽ പഠിക്കുന്നിടത്തോളം കാലം കൂലി കിട്ടും. നമ്മൾ സുജൂദ് ചെയ്യുന്ന പള്ളി, ആ പള്ളി ആരാണോ ഉണ്ടാക്കിയത് അവർ ഖബറിലാണെങ്കിൽ പോലും നമുക്കതിൻ്റെ കൂലി കിട്ടും. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇല്ലാതായിപ്പോൾ ഒരു കാര്യമാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. ചിലർക്ക് ഇത് എൻ്റെ വല്യാപ്പ വഖഫ് ചെയ്ത സ്ഥലമാണ്, ഇതിൻ്റെ എൻ്റെ വാപ്പ പള്ളി കൊടുത്ത തെങ്ങാന്നൊക്കെ പറയല്ലേ. അപ്പം അതൊക്കെ പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കും വേണം പരലോകത്തൊരു സമ്പാദ്യം. അതിനുവേണ്ടി കഴിയുമെങ്കിൽ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരു 5 സെൻറ്റ് മാറ്റി വെച്ച് അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ പറയാം. അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് കൊണ്ട് ഇതാ നിങ്ങൾ മദ്രസ ഉണ്ടായിക്കൊള്ളി എന്ന് പറയാം. 10 സെൻറ്റ് കൊണ്ട് മദ്രസ എന്നാൽ ദുനിയാവ് തലേക്കറിയാൻ മനസ്സിലാവില്ല. നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ അതേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ തലമുറയെ പോലെ ധാരാളം വഖഫുകൾ നമുക്കുണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാനധർമ്മങ്ങൾ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ.